ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് തോമസ് ഓലിക്കലച്ചനെയാണ്. അദ്ദേഹം 1980കളിൽ സോഷ്യൽ സർവീസിൻ്റെ ഡയറക്ടറായി തുടർന്ന് വിവിധ ഇടവുകളിൽ അദ്ദേഹം സേവനം ചെയ്തു. അച്ഛനിരുന്ന പല പള്ളികളിലും മലകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും പ്രത്യേകിച്ച് ആർക്കുളം പുത്തമ്പള്ളിയിൽ തുമ്പച്ചി മലയിൽ കുരിശിൻ്റെ വഴിയിലൂടെ അനേകരെ ആകർഷിക്കുന്ന വിധത്തിൽ വളരെയേറെ ശ്രദ്ധാർഹമായ വിധത്തിൽ അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. നോയമ്പ് കാലത്തും അല്ലാതെയും ധാരാളം ആൾക്കാർ കുരിശിൻ്റെ വഴിയിലൂടെ ദൈവാനുഭവത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് ഈ മലകളെല്ലാം അച്ഛൻ ഒരുക്കിയെടുത്തിട്ടുണ്ട്. അച്ഛനെ വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ്റെ ബാല്യകാലം, കുടുംബം, പൗരോഹിത്യത്തിലേക്കുള്ള വിളി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞങ്ങളോടൊന്ന് പറയാമോ? ഞാൻ ജനിച്ചത് ഭരണങ്ങാനത്തുള്ള ഓലിക്കൽ എന്ന് പറയുന്ന കുടുംബമാണ്. ഞങ്ങൾ ഭരണങ്ങാനത്തെ ഒരു പുരാതന തറവാടാണത്. എൻ്റെ അമ്മ മരങ്ങാട്ട് പള്ളി കുരിക്കാട്ട് കുടുംബത്തിലെ അംഗമാണ്. അപ്പന് ചാണ്ടി അല്ല കുഞ്ഞേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അമ്മച്ചിയെ അന്നമ്മയെന്നാണ് അമ്മച്ചിയുടെ പേര്. കുട്ടി എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന പ്രായമുള്ളവരൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ 11 മക്കളുണ്ട്. വലിയ കുടുംബം. ഞാനതിലെ 8ാമത്തെ ആളാണ്. പിന്നെ കൊച്ചുനാളിൽ തുടങ്ങി എൻ്റെ ഒരു വ്യക്തിത്വത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു കറുത്ത കൊച്ചായിരുന്നു എന്നുള്ളതാണ്. അതെ, ഇപ്പൊ വെളുത്തിട്ടൊന്നും ഇല്ലല്ലോ. വെളുത്തിട്ടുണ്ടല്ലേ? അത് പല വിളിച്ച് ഈ തുടങ്ങനായിട്ടിരിക്കുമ്പോൾ അവിടുത്തെ മഠത്തിലൊരു സിസ്റ്റർ വയറ്റിൽ ക്യാൻസറായിട്ട് ഇങ്ങനെ വിശ്വാസ് ഭയങ്കര വേദന അനുഭവിച്ച് കഴിയുക പുള്ളിക്കാരത്തി. അന്നേരം വികാരിയച്ഛനടുത്ത് വന്ന് പ്രാർത്ഥിക്കാനുണ്ട്. അമ്മയ്ക്ക് നല്ല ധൈര്യമാണ്. അപ്പം ഞാൻ പറ്റുന്നിടത്തോളമൊക്കെ വിളിക്കും. അപ്പം ഞാനിങ്ങനെ ഈ അമ്മ ഒരു വിശുദ്ധിയാണല്ലോ, ഒരു നല്ല വിശുദ്ധിയായ അമ്മയുടെ ആൽപ്പാണ്. അമ്മയുടെ പോലെ അല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഞാനവിടെ പോയിരിക്കരുത്. ഒരു ദിവസം ഇങ്ങനെ പുള്ളി വിഷമിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുക, വേദനിച്ച്. അപ്പോൾ ഞാൻ ഈ അമ്മേനെ വിളിക്കുന്ന പെങ്ങളേന്നാണ്. പെങ്ങളേന്ന് വിളിക്കുന്നതിന് കാരണം അമ്മയ്ക്കും എനിക്കും ഒരു നിറം കൊണ്ട് വേറെ ബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, പെങ്ങളെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, പെങ്ങൾ പിണങ്ങാതിരിക്കാൻ മതി ചോദിച്ചു. പറഞ്ഞു, എന്നെ ഒരു അച്ഛനല്ലേ പറഞ്ഞോളാം. എൻ്റെ പെങ്ങളെ, നമുക്ക് ആ പട വെളുത്തത് നമ്മുടെ പല്ലല്ലേ ഉള്ളൂ, ഇതൊന്ന് കാണിച്ചേനെ എല്ലാവർക്കും സന്തോഷമായി എല്ലാം ചോദിച്ചു. അമ്മോ ചിരി എന്ന് പറഞ്ഞാൽ പൊട്ടി അങ്ങ് ചിരിച്ചു. ആ ചിരിയോടുകൂടി അസുഖം പോയി, ആള് മരിച്ചു. അപ്പോ ഇത് ചിരിക്കാൻ പാടില്ലാത്തൊരു കാര്യത്തോടെ കേൾക്കേണ്ട കാര്യം അത് അച്ഛൻ ചിരിപ്പിച്ചോണ്ടാ അത് നല്ല ഒരു അമ്മ, ഒത്തിരി സ്നേഹമുള്ള, ഒത്തിരി ഞങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും വലിയ കൂട്ടാണ്. ഇടയ്ക്കൊക്കെ എന്നെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഒരു പാർട്ടിയായി അമ്മ. അങ്ങനെ എന്ന് പറഞ്ഞ രീതിയിൽ ഈ നിറം എന്നുള്ളത് ഒരു ശകലം നമ്മുടെ വീട്ടിലും എന്നെ കളിയാക്കാനായിട്ടൊക്കെ എല്ലാവരും ഉപയോഗിക്കുമായിരുന്നു. അച്ഛന് മാത്രമേ നിറം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. എന്നാൽ എനിക്കായിരുന്നു എൻ്റെ അകത്ത് സങ്കടം തോന്നിയിട്ടുണ്ടോ? സങ്കടം തോന്നിയിട്ടുണ്ടോ? സംഘടിക്കുന്ന എന്തിനാ? പക്ഷെ ഞാൻ ഒരിക്കലും അതിൻ്റെ പേരിൽ പിന്നെ ചെറിയവനായിട്ടില്ല, ആകാൻ കഴിഞ്ഞിട്ടുമില്ല. അവരത് പറയുമ്പോൾ 2 ഇരട്ടി അങ്ങോട്ട് തിരിച്ചു പറഞ്ഞ് കൊച്ചുനാളിൽ സ്കൂളിൽ പോകുന്നത്. പിന്നെ മഠത്തിൽ അൽഫോൻസാമ്മയുടെ മുറിയുണ്ട്, അപ്പുറത്തെ കപ്പേളയുണ്ട്. കപ്പേളയിൽ പോയി പ്രാർത്ഥിച്ചേച്ച് പോരുന്നൊരു വലിയ അനുഭവമായിരുന്നു. അമ്മയുടെ മുറിയിലും പോവും. പിന്നെ വരുന്ന വഴിക്ക് പള്ളിമുറ്റത്തുകൂടിയാണ് നടന്നു പോരുന്നത് ഞങ്ങൾ. അവൻ പള്ളി കയറി പ്രാർത്ഥിക്കും, മഠത്തിൽ കയറി പ്രാർത്ഥിക്കും.
പിന്നെ അത് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഫോർമേഷൻ. വീട്ടിൽ നിന്ന് കിട്ടിയത് സിസ്റ്റേഴ്സ് തരുന്ന ഫോർമേഷൻ, ചെറുതല്ല വലിയ ഫോർമേഷനായിരുന്നു. എപ്പോഴും നമുക്ക് വേണ്ടതല്ല ഈശോ തരും, നമുക്ക് വേണ്ടതല്ല ഇല്ല, നമുക്ക് എന്തൊക്കെയോ വേണം, നമുക്ക് വേണ്ടത് എന്താന്ന് ഈശോ തന്നോളും. അത് ഈശോയോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. പഠിക്കാൻ എടുക്കാനായിരുന്നു അത്യാവശ്യത്തിനൊക്കെയുള്ള പഠിത്തം വലിയ ക്യാമ്പമാണെന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ സിസ്റ്റേഴ്സിന് എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു, ടീച്ചർമാർക്കും സാർക്ക്. കാരണം ഇവർക്ക് വേണ്ട വടിയെല്ലാം ഒടിച്ചു കൊണ്ടേ കൊടുക്കുന്നത്. പിന്നെ ഈ ക്ലാസ്സൊക്കെ വൃത്തികേടായിട്ട് ഇടുന്നല്ല, കടലാസ് എല്ലാം പെറുക്കി വൃത്തിയാക്കിയിടും, മേശപ്പുറം എല്ലാം നന്നാക്കി വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എന്നോട് ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി അവർക്ക് എന്തെങ്കിലും പോയി മേടിച്ചുകൊണ്ട് വരണം, എല്ലാം ഞാനായിരുന്നു. അതെ. പിന്നെ മരുന്നോ വല്ലതും പറിച്ചുകൊണ്ട് വരണം. വരുമ്പോൾ പച്ചമരുന്നൊക്കെ മഠത്തിലേക്കും സ്കൂളിലേക്കും ടീച്ചർമാർക്കൊക്കെ വേണമല്ലോ, ഇതൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ അകത്തെ ഒരാളായിരുന്നു. മഠത്തിലെ പിന്നെ എല്ലായിടത്തും കയറി ഇറങ്ങാൻ അൽഫോൻസാമ്മയെ പറ്റിയൊക്കെ വരുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയായിരുന്നു. അൽഫോൻസാമ്മയായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ മരിച്ച പിന്നെ ഞാൻ 1900 ഉണ്ടായ കാര്യം പറഞ്ഞില്ല. 1949 ഞാൻ ഉണ്ടാകുന്നത്. മലയാളം വർഷമാണ് 1025 നവംബർ 17 അല്ല വൃശ്ചികം 1. ഇങ്ങനെയാണ് നമ്മുടെ ജനനം പോകുന്നത്. ഇപ്പം 75 വയസ്സ് പൂർത്തിയായി. അച്ഛൻ്റെ അമ്മ ഈ 11 മക്കളൊക്കെ ഉള്ളപ്പം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? അമ്മയ്ക്ക് പിന്നെ അമ്മച്ചിക്ക് ചേച്ചിമാരില്ലേ നമ്മുടെ വീട്ടില്, അവര് ഞങ്ങളെ വളർത്തും, കുളിപ്പിക്കും. അല്ലെന്ന് മൈ ഓൺ എൽഡർ സിസ്റ്റേഴ്സ്, അവര് നമ്മളെ കുളിപ്പിക്കും, പൊട്ട് തൊടിയിക്കും, തലമുടി ചെയ്യും, സ്കൂളിൽ കൊണ്ടുപോകും. നമ്മുടെ കാര്യങ്ങളെല്ലാം മൂത്തവരും നോക്കിക്കൊള്ളു. അമ്മച്ചിക്ക് ഒറ്റ പണിയേ ഉള്ളൂ, അത് ഒരു ആണ്ട് തോറും ഉള്ള ഞങ്ങളുടെ അംഗങ്ങളെ വർദ്ധിപ്പിക്കുക. അപ്പൊ ഇത് പ്രേക്ഷകരോട് ഒരു ദൂത് പറയാനുള്ള സമയമായി. അച്ഛനെ പറഞ്ഞു വന്നപ്പം ഇപ്പോഴത്തെ തലമുറയില് ഈ ഒരു ഭാഗ്യം അമ്മമാർക്ക് കിട്ടുന്നില്ല. അവർ പറയും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്, ബുദ്ധിമുട്ടുമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞത് കുടുംബത്തിൽ കൂടുതൽ സന്താനങ്ങളുണ്ടെങ്കിൽ മൂത്തവരൊക്കെ അതെല്ലാം ചെയ്യും. പിന്നെ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഭക്ഷണം തരുന്നത് വലിയൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ നോക്കിയിട്ട് എൻ്റെ കൊച്ചുനാളിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഓരോരുത്തരായിട്ട് സന്ധ്യമണി അടിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി അവിടെ തൂണിൻ്റെ ചുവട്ടിൽ വലിയ തിണ്ണയിലങ്ങി ഇരിക്കും. അപ്പോൾ ഓരോരുത്തരും മുല പിടിക്കുന്ന വെച്ച് ആദ്യം അവളെ ഇച്ചിരി കുരിശ് വരപ്പിച്ചു വിടും. പിന്നെ അതിൻ്റെ മൂത്തവരെ കുരിശ് വരപ്പിക്കും, അതിൻ്റെ മൂത്തവരെ കുരിശ് വരപ്പിക്കും. ഞാൻ കുരിശ് വരച്ച് കഴിഞ്ഞ് ചിലപ്പോൾ എൻ്റെ ഒരു ചേട്ടനെ കൂടെ കുരിശ് വരപ്പിക്കും. അമ്മച്ചിയുടെ ഒരു കുരിശ് വരയുണ്ട്. അത് യൂതന്മാരുടെ രാജാവായ നസറായക്കാരൻ ഈശോയെ എല്ലാ പെട്ടെന്നുള്ള ദുർമരണത്തിൽ നിന്നും കാത്തുകൊള്ളണമേ പ്രാർത്ഥനയായിട്ട് ഇതെല്ലാം ഓരോന്ന് ചൊല്ലി തന്ന് പ്രാർത്ഥിപ്പിക്കും. ആ സമയത്ത് ആ പ്രാർത്ഥന കിട്ടിയില്ലല്ലോ മുല പിടിക്കുന്നത് കിട്ടാത്തതിനേക്കാൾ വിഷമമാണ്. ഈ പ്രാർത്ഥന ഒക്കെ ചൊല്ലി ഒരു ഉമ്മയൊക്കെ തന്ന് നമ്മളെ അങ്ങോട്ട് മാറ്റിയിരുത്തും. പിന്നെ നമ്മൾ ആരെങ്കിലും ചേച്ചിമാരുടെ അടുത്ത് പോയിരിക്കും. പിന്നെ കുരിശ് വരെ അങ്ങനെ നടക്കും. കുറേ അങ്ങനെ കഴിയുമ്പോഴത്തേന് കഷ്ടിച്ചൊരു 4-5 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് നന്മറിഞ്ഞൊറിയൊക്കെ ചെല്ലാറാവും. കുരിശുവരയ്ക്ക് കൂട്ടി ചെല്ലും. ഒരു 2-3 കൊല്ലം കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളാ കുരിശുവരയുടെയൊക്കെ ആചാരം. അങ്ങനെ പ്രാർത്ഥനയായിട്ടും അങ്ങനെ ഒരു ഇതൊന്നും. പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ, സ്കൂളിൽ നിന്ന് നടന്ന സംഭവങ്ങൾ, ഇതെല്ലാം അവിടെ വന്ന് പറയണം. അത് എന്നതാണേലും നുണയൊന്നും പറയാൻ പറ്റത്തില്ല. എന്നെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാൽ അത് ബാക്കിയുള്ളവർ സ്കൂളിൽ പോകുന്നവരല്ലേ, എല്ലാവർക്കും വിവരം അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും നമ്മൾ തന്നെ ഒന്ന് പറയും. അതിന്റെ നന്മതിന്മകളൊക്കെ പറഞ്ഞു തരും. അത് അപ്പനായിരുന്നു. അപ്പൊ അധ്യക്ഷൻ ചാച്ചനായിരുന്നു. അപ്പൊ എല്ലാരും കൂടി അത് അങ്ങനെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കുരിശുവര തുടങ്ങുള്ളൂ. അന്ന് ഇതുപോലെ വീട്ടിലൊന്നും കറണ്ടൊന്നും ഇല്ല. മണ്ണെണ്ണ വിളക്ക് വെച്ചാ എല്ലാരും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇത്രയും പേരുള്ളത് കൊണ്ടേ 2 പേർക്ക് ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ പറ്റും.
അച്ഛാ അത് ഈ പുരോഹിതനാകണം എന്നുള്ള ആഗ്രഹം അതെല്ലാം കഴിഞ്ഞ് 5ാം ക്ലാസ് വരെ മഠ സ്കൂളിലും പിന്നെ ബോയ്സ് ഹൈസ്കൂളിലേക്കും കൂടെ മാറി. മൂത്ത ജ്യേഷ്ഠൻ അച്ഛനാകാൻ പോയി, ഓ ശരി. സെമിനാരിൽ ചേർന്നു. അതുപോലെ മൂത്ത ചേച്ചിമാർ 2 പേര് അന്ന് മഠത്തിലും ചേർന്നു ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ ഇതേപ്പറ്റിയൊക്കെ ഒരു ദിശാബോധമൊക്കെ ഉണ്ടായിരുന്നു. പള്ളി മുറ്റത്തും പള്ളിയിലും ഇങ്ങനെ നടക്കുകയല്ലേ. അപ്പോൾ ഈ അച്ഛന്മാർക്കെല്ലാം ഞങ്ങളോട് താല്പര്യമാണ്. അപ്പോൾ അവരോടുള്ള സ്നേഹവും പ്രാർത്ഥനയും പിന്നെ ഈ വേദപാഠത്തിന് പോവുക. മിഷല്ലീൻ്റെ ഒരു വലിയ നേതാവായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ കൂടെ വന്ന ഞങ്ങളിങ്ങനെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് അങ്ങനെ ഈ CMLൻ്റെ ഫോർമേഷൻ നമുക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ വീടുകളിൽ കൂടെയൊക്കെ നമ്മൾ പിരിവിന് പോകുന്നത്. അപ്പം ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഈ പാവങ്ങളായിട്ടുള്ളവരുടെ കാര്യങ്ങൾ എല്ലാ വീട്ടിലും കയറി ഞങ്ങളെ. മറ്റേ പിരിവ് കിട്ടുന്നിടത്ത് പോയാൽ മതി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഞങ്ങളങ്ങനെ ഞാൻ എല്ലാ വീട്ടിലും കയറപ്പോൾ അവിടെ സുഖമായിട്ട് കിടക്കുന്നവരെയും പനിയുള്ളവരെയും മുറ്റരെയും മറിച്ചവരെയൊക്കെ കണ്ടി മിണ്ടി പോരും തന്നെയല്ല, അവിടുത്തെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറയും. അതുപോലെ അതിലൊക്കെ സഹായിക്കുന്ന ചേട്ടന്മാരൊക്കെയുണ്ട്, അവരോടൊക്കെ പറയും ഇന്ന പോലെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവര് കൊണ്ടുപോയി കൊടുത്തോളും. അന്ന് 8 അണ അല്ല 1 രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പിരിവാണ്. 1 റുപ്പി അന്നത്തെ ഞങ്ങളുടെ ഒരു വീട്ടിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ പിരിവാണ്. അപ്പോൾ ചില ചേട്ടന്മാർ പറയും 1 രൂപ തന്നിച്ച് പറയും നീ ആ മറിയക്കുട്ടിക്ക് കൊടുത്തേക്കണം കേട്ടോ, അല്ലെ ദേശാച്ചന് കൊടുത്തേക്കണം, നമ്മളെ തന്നു വിടുമായിരുന്നു. അത്രയൊരു വിശ്വാസം. ആ വലിയ സ്നേഹത്തിലായ ഞങ്ങളെ അവർ വളർത്തിയത്. അച്ഛൻ ആ ഓർമ്മകൾ വരുമ്പോൾ തന്നെ വീട്ടിലുള്ളവർ കാണിക്കുന്നതിനേക്കാളും സ്നേഹവും ബഹുമാനവും വിശ്വാസവും ചുറ്റുപാടുള്ളവരുണ്ട്. അന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത. ഞാനങ്ങനെ വലിയ എക്സ്ട്രാ സ്മാർട്ടൊന്നും അല്ല. മറ്റേ ചേട്ടന്മാരൊക്കെ വലിയ മിടുക്കന്മാരാണ്. എൻ്റെ നേരെ 2 ചേട്ടന്മാരൊക്കെ അവരെല്ലാ തരത്തിലും. പിന്നെ എനിക്ക് അങ്ങനെ ഒരു തോന്നലായിരുന്നു, എനിക്ക് അച്ഛനാകാൻ പോകണമെന്നൊരു തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ എന്നും മുന്നോട്ട് കിടന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞാണോ? അതെ 10ാം ക്ലാസ് കഴിഞ്ഞ അങ്ങനെ സെമിനാരി ചേർന്നു. പിന്നീടുള്ള സെമിനാരി ജീവിതം സന്തോഷകരമായിരുന്നു. സെമിനാരി ജീവിതം എന്നൊക്കെ പറഞ്ഞല്ലേ, നമ്മുടെ ഈ നാട്ടിലെ സെമിനാരി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഓർക്ക വർത്താനം പറയുന്നവർ, പിന്നെ ഒച്ച ഇടുന്നവർ, ബഹളം ഇടുന്നവരൊക്കെ തെമ്മാടികളും പോക്കറുകളും ഒക്കെ അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ അത്ര നല്ലവനൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ ഒക്കെ വഴക്ക് സ്ഥിരമായിട്ട് കിട്ടുമായിരുന്നു. എന്നാലും ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു എന്നോട്. പിന്നെ ഇഷ്ടമൊക്കെ ആയിരുന്നു അതെനിക്കറിയാം. പിന്നെ പക്ഷേ വെറുതെ പിടിയല്ലായിരുന്നു. ഇവിടുത്തെ കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മേജർ സെമിനാരിയിലേക്ക് പോയി. മേജർ സെമിനാരി ആയിട്ട് വടവാതൂരുണ്ട്, കോട്ടയത്ത് ആലുവയുണ്ട്. ഞങ്ങളെ വിട്ടത് തൃശ്ശിനാപ്പള്ളിക്കാണ്. ഈശോസഭക്കാരുടെ സെമിനാരി, ജെസ്യൂട്ട് സെമിനാരി ആയിരുന്നു. അതങ്ങനെ പൂനായിക്ക് വിടുമായിരുന്നു, ഇങ്ങനെ വിടുമായിരുന്നു. അങ്ങനെ വിട്ട് അപ്പോൾ ഞാനും ഇവിടെ ഇപ്പം സൃഷ്ടില്ലായിരിക്കുന്ന ശബരിയാങ്കുഴി വെച്ച് ഞങ്ങൾ 2 പേരെയും കൂടെയാണ് തൃശ്ശിനാപ്പള്ളിക്ക് വിട്ടത്. അവിടെ പിന്നെ ഇത് തമിഴരാണ്, തമിഴ്നാട്ടിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അവരോട് മിങ്കിൾ ചെയ്ത്, നമ്മൾ മലയാളികളുണ്ട് എങ്കിലും നമ്മൾ കൂടുതലും അവരുടെ കമ്പനി മിങ്കിൾ ചെയ്ത് തമിഴ് നന്നായിട്ട് സംസാരിക്കാൻ ഞാൻ പഠിച്ചു. അപ്പോൾ തമിഴിനോട് ഇടപെടുന്നതും തമിഴ് സംസാരിക്കുന്നതും അവരുടെ പിള്ളേരെ വേദപാഠം പഠിപ്പിക്കാൻ പോകുന്ന ഇതൊക്കെ നമുക്കിഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ അത് എൻ്റെ പോസിറ്റീവ് പോയിന്റ്സായി അവിടെ. അച്ഛന്മാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. യു ആർ മൂവിങ് വിത്ത് എവരിബഡി, യു ആർ നോട്ട് കീപ്പിംഗ് എനി പർട്ടിക്കുലർ കമ്പനി ഹിയർ. ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവർക്കും ഇഷ്ടമായിരുന്നു.
ആ സംസ്കാരമായിട്ട് അച്ഛൻ പെട്ടെന്ന് ഇണങ്ങി ചേർന്നു. പെട്ടെന്ന് ഇണങ്ങി ചേർന്ന് കാഴ്ചപ്പാടിലും നമ്മളൊരു രൂപമുണ്ട്. അപ്പൊ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. തന്നെയല്ല ഇപ്പോഴും അത് പിന്നീട് അതിൻ്റെയൊക്കെ നന്മേറിയടല്ലേ ഏറ്റവും കൂടുതൽ പിടിച്ച 9 ബിഷപ്സ് ഉണ്ട് തമിഴ്നാട്ടിൽ. 9 പേരുണ്ട്. മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പ്, മധുര ആർച്ച് ബിഷപ്പ്, ട്രിച്ചി ബിഷപ്പ്, തഞ്ചാവൂർ ബിഷപ്പ് എന്നിവർ. അവിടെ വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ സന്തോഷമായിരുന്നു. പിന്നീട് സെമിനാരി പട്ടത്തിലേക്കൊക്കെ അവിടെ 7 വർഷം. അത് കഴിഞ്ഞ് പട്ടം വന്നു. അത് ഇടവപ്പള്ളി വെച്ചായിരുന്നു. പള്ളിക്കാപ്പറമ്പ് പിതാവ് തന്നു. പട്ടം കഴിഞ്ഞ് പിന്നെ എൻ്റെ മനസ്സിൽ അന്ന് നിൽക്കുന്നത്, ആരും അദ്ദേഹത്തെ കൊട്ടിയാറില്ല, പക്ഷെ എനിക്ക് വലിയ പിതാവിന് ഒരുപാട് സ്നേഹവും വയലി പിതാവ് ഒത്തിരി വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പള്ളിക്കാപ്പറമ്പ് പിതാവ് ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞ കാര്യം ഒരിക്കലും ഞാൻ മറക്കില്ല. നമ്മുടെ ചർച്ച എന്താണ്? വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പങ്കുവയ്ക്കുന്ന, ബിലീവിങ്, praying and sharing church, and we must build up such a church. അതിനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. ഞാനെപ്പോഴും പുള്ളിയുടെ അടുത്ത് പോയി പറയും, പിതാവേ, ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും പങ്കുവയ്ക്കുന്ന സമൂഹം കെട്ടിപ്പടുക്കാനാണ് പരിശ്രമിക്കുന്നത്. ഓരോ ഇടവയിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് നമ്മുടെ ജീവിതത്തിന് വളരെ ഒരു മാർഗദീപമായിട്ട് അടിത്തറയായിട്ട് അവിടെ വാക്കുകൾ അച്ഛൻ അങ്ങ് സ്വീകരിച്ചു. ഞങ്ങൾ ഏത് ഇടവകയിൽ ചെന്നാലും നമ്മളുടെ വിശ്വാസം ജനത്തിൻ്റെ വർദ്ധിപ്പിക്കണം, അതുപോലെ പ്രാർത്ഥനയിൽ വളരണം, പങ്കുവയ്ക്കലിനും. അത് ഏത് ആവശ്യം ആർക്ക് വന്നാലും അത് എൻ്റെ ആവശ്യമാണ്, പള്ളിയുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ്, അവൻ്റെ ആവശ്യമാണ്, അതെൻ്റെ ഈശോയുടെ ആവശ്യമാണ്. അതിന് പിന്നെ യാതൊരു വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അവരുടെ കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ടതുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കും, പ്രാർത്ഥിക്കും. മാതാവിനോടൊരു 3 അന്മാരും ചൊല്ലി ചുമ്മാ കുത്തിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയും, നീ ഇന്ന പോലെ പൊക്കോളാൻ പറയും. മാതാവിനോട് നമ്മളെല്ലാവർക്കും ഉള്ളതല്ലേ അത്. അതിന് ചിലർക്കത് കൂടുതൽ ആഴത്തിൽ മാതാവിനെ കൂടാതെ നമ്മളെ കൊണ്ട് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റിയത്. നമ്മളിപ്പോൾ അമ്മച്ചിന്ന് പറഞ്ഞ നമ്മളെ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് കൂടുതലൊന്നും പറയണ്ടാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇന്ന പോലെ ചെയ്തോളാനും പറഞ്ഞ് അത് നമുക്ക് കിട്ടും. പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ഒരുപാടേ നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. ദിസ് ഈസ് മൈ സിറ്റുവേഷൻ, യു നോ വാട്ട് ടു ബി ഡൺ. എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഞാൻ അങ്ങോട്ട് പറയാം, എനിക്ക് വഴി കാട്ടിത്ത. അതുപോലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. സോ ഇറ്റ് ഈസ് പ്രയർ ഫോർ എവരിബഡി. മരിച്ച ആളുകളും മരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രോഗമോ ക്ലേശമോ പ്രയാസമോ ഒക്കെ വന്നാൽ അവർ ഓടി വരും അച്ഛൻ്റെ അടുത്തിട്ട്. നമ്മളവിടെ പോയി കുറേ നേരം ഇരിക്കും, അവരെ ആശ്വസിപ്പിക്കും, പ്രാർത്ഥിക്കും. മരണം സംഭവിച്ചാൽ ആ സമയം നമ്മളവിടെ കാണും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു അജപാലന ശുശ്രൂഷയിൽ മിക്കവാറും ഒരു ഇടവകയിൽ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം മുതൽ അവസാനം വരെ ആ വീട്ടിൽ, പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലെല്ലാം അവിടെ അത് തന്നെ. അതിന് പല സംഗതിയുണ്ട്. ആൾക്കാർക്ക് വലിയൊരു സന്തോഷമാണ് നമ്മളവിടെ. ആശ്വാസമാണ്. അച്ഛനുണ്ടല്ലോ അതേ നമ്മൾ അച്ഛൻ്റെ വിലയറിയുന്നത്. അച്ഛനുണ്ടല്ലോ, സാരമില്ലടാ, അച്ഛനുണ്ടല്ലോ. അങ്ങനെ നമ്മളെ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അത് ഒത്തിരി ആശ്വാസമാണ്. പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മളൊരാളെ കൊണ്ടുവന്ന് അടക്കി. ഈ പാവങ്ങൾ, ഈ സമ്പത്തും കാശും ഒക്കെ ഉള്ളവരുടെ വീട്ടിലൊക്കെ പോയിരിക്കാനൊക്കെ നമുക്ക് ഉത്സാഹമുണ്ട്. മറ്റേ ചെന്നാൽ ഇരിക്കാനും സ്ഥലമില്ല. ചുമ്മാ വൃത്തികേടായിട്ട് ചുറ്റും കിടക്കുന്നിടത്ത് ഒക്കെ ചെന്ന് ഇവരെ എല്ലാവരും പിന്നെ ഈ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കറണ്ട് വലിച്ച് ഒരു ബൾബൊക്കെ കൊണ്ടുവന്നിട്ട് അതില്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് വെച്ച് അല്ലെ പെട്രോമാക്സ് വെച്ചൊക്കെ ഇരിക്കുന്ന, മഴയൊക്കെ തുള്ളുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് അവിടെയൊക്കെ നമ്മളെ കാണും. അല്ല, അവിടെ ഇപ്പം അവിടെ ഉള്ളവരെ അച്ഛനായിട്ടല്ല കാണുന്നത്.
ക്രിസ്തുവായിട്ട് ദൈവമായിട്ട് കാണുന്ന ഒരു രീതിയാണ് ഉണ്ട്. അതാ പാവങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നവർ കുറവല്ല. എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, എല്ലാ കാര്യവും പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു സംഗതി, ഒരു മരണം ഒരു ഇടവകയിൽ സംഭവിച്ചത്. പിറ്റേ ദിവസം ഞാൻ കുർബാന ചെല്ലുമ്പോൾ നമുക്ക് മാത്തുക്കുട്ടിയുടെ കാര്യം ഓർക്കണം കേട്ടോ, പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. പിറ്റേ ദിവസം റാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ല ദേശാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക. മരിച്ചവരുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയുന്ന എപ്പോഴാണ്, പ്രത്യേകിച്ച് അവരുടെ ആനിവേഴ്സറി ദിവസമൊന്നുമല്ല, എല്ലാ ദിവസവും കുറേ പേരുടെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുർബാന കഴിഞ്ഞ്. എന്നിട്ട് ഇവര് ആരോ എൻ്റെ ആളെ കുർബാനയെല്ലാം ഏൽപ്പിക്കാനായിട്ട് 1-2 പേര് പുറത്ത് നിൽപ്പുണ്ട്. അല്ലാത്തവർ ഇപ്പോഴേ അതിന് ഇവർ തമ്മിൽ പറയുക, അച്ഛനെ പിന്നെ ഈ പള്ളി പറയുന്ന ഒരു നല്ല കാര്യമാണ് കേട്ടോ, ചിലപ്പം പണ്ട് മരിച്ചുപോയവരുടെ കാര്യമൊക്കെ നമ്മൾ ഓർക്കുന്ന അന്നേരമല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ രഹസ്യമായിട്ട് കുർബാനയില്ലേച്ച് പോയ അവരുടെ കാര്യം നമ്മളറിയോ, അവരൊക്കെ നമ്മളെ ഓർക്കാൻ നല്ലതാണെന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. അന്നേരം വേറെ പാട്ട് പറയാ, ഇതെങ്ങനെയാ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ പറച്ചിൽ നിൽക്കും. ഇപ്പൊ ഇനി വരെ ഒരാൾ പറയുന്ന കാര്യം ഒരു 3-4 മാസം കഴിയുമ്പോൾ പറച്ചിൽ നിൽക്കുമെന്ന് ഒരു പാട്ട് പറയും. അതുകൊണ്ട് ഒരു ചേട്ടത്തി നീ എന്നതാടാ പറയുന്നത്, അച്ഛൻ അവരെ എല്ലാം സ്വർഗത്തിൽ കയറ്റിട്ടാ അച്ഛനടുത്ത ആളുടെ കാര്യം. അന്നേരം അടുത്ത എന്നാ പറയുന്നത്, അല്ല ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് അച്ഛൻ പോകാവുള്ളത്, ഞങ്ങളെയും കൂടെ സ്വർഗത്തിൽ കയറ്റിട്ട് അച്ഛൻ പോകാവുള്ളത്. നമ്മൾ പ്രാർത്ഥിച്ച ശരിയാവുന്ന ഉള്ള ഇപ്പം ഞാൻ ഇവിടെ ഈ ഫ്രീസ്റ്റ് ഹോമിലായിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഒരു ദിവസം എത്ര പേരാ ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇത് കടന്നു പോകുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യയുടെ പേരാ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഈ വിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടും കൂടെ ഒന്ന് പറയാമോ? നമുക്കറിയാമല്ലോ, വിശുദ്ധ കുർബാന മറ്റൊന്നുമല്ല, അത് ഈശോയുടെ ജീവിതം തന്നെയാണ്, ഈശോ തന്നെയാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ട് അനുഭവിക്കുന്ന കാര്യം. അത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊരു പാഠം എടുത്തേക്കുന്ന മാതാവിൻ്റെ പാഠം തന്നെ. മാതാവിന് പിന്നെ ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു എന്ന് പറഞ്ഞില്ലേ. ആ നിമിഷം തുടങ്ങി മറിയം ആരാണ്? ദൈവത്തിന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അമ്മയാണ് ഈ പെണ്ണ്, ഇല്ലേ? ദൈവം ലോകത്തിലേക്ക് വരുന്നു, മനുഷ്യാവതാരം. ഇനി ഈ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എവിടെയാ? അവരുടെ വിശുദ്ധ കുർബാനയിൽ എനിക്ക് ഇതേ മറിയത്തിൻ്റെ അതേ അനുഭവമാണ്. ഇത് എൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ എനിക്ക് വിശുദ്ധ കുർബാന എന്തെങ്കിലും എഴുതി പിടിച്ചോ തലയിൽ അടിച്ചു കയറ്റുകയോ ചെയ്യേണ്ട വിശ്വാസമല്ല. ഇറ്റ് ഈസ് സംതിങ് ദേർ. എൻ്റെ അമ്മയോടുള്ള വിശ്വാസം, എൻ്റെ അപ്പനോടുള്ള സ്നേഹം, എൻ്റെ അമ്മയോടുള്ള സ്നേഹം പോലെ തന്നെ മാതാവിനോടുള്ള സ്നേഹവും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം. ഇത് ആണ് നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഒരു വല്യച്ഛൻ പറയായിരുന്നു, സി യു മസ്റ്റ് ഫൈൻഡ് സം ടൈം ടു ട്രെയിൻ ചിൽഡ്രൻ ഫോർ ഫസ്റ്റ് കമ്മ്യൂണിയൻ. കുറച്ച് സമയം കണ്ടെത്തണം. അവരോട് ഈശോയെ വരുമ്പോൾ ഈശോയോട് പറയാനുള്ള പ്രാർത്ഥനകൾ അവർക്ക് ചൊല്ലിക്കൊടുക്കണം, അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം സ്വയം പ്രേരിതമായിട്ട്. അങ്ങനെ വന്ന് ഞാൻ പിള്ളേരെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി സിസ്റ്റേഴ്സിനോട് പറയും, പ്രാർത്ഥനയൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളുടെ ഒരു പേഴ്സണൽ റിലേഷൻ വിത്ത് ജീസസ് അത് തുടങ്ങുന്ന ഞാൻ ഈ പ്രാർത്ഥന പഠിപ്പില്ല. അത് പഠിപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ദിവസം പിള്ളേർക്ക് തന്നെ പ്രാർത്ഥനയുടെ സെഷൻ എല്ലാം വെച്ച് താങ്ക്സ് ഗിവിങ് ഒക്കെ ആണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് ഓരോരുത്തർ ഓരോ കാര്യം പറഞ്ഞു. അങ്ങനെ പിന്നെ ഇട ദിവസങ്ങൾ കുർബാനയെ കൊണ്ട് വെച്ച് പോയാൽ ഇങ്ങനെ വന്നറ എന്നെന്നൊക്കെ നീ പ്രാർത്ഥിച്ചു, ഇനി ഇന്ന കാര്യം ഓർത്തായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഫോളോ അപ്പും ഒരു പ്രിപ്പറേഷനും ആദ്യ കുർബാനയ്ക്ക് ചെയ്യണം.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനായിട്ടുള്ള സമയമായി. പക്ഷേ വലിയൊരു ദൈവശാസ്ത്രമാണ് അച്ഛന് ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം വിശുദ്ധ കുർബാന എന്താണ്, ഓരോ ദിവസവും മറിയത്തിന് രക്ഷകനെ സ്വീകരിക്കാനുള്ള ആ ഒരു ഒരുക്കം പോലെ, സ്വീകരിച്ചതുപോലെ ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ വിസിറ്റ് ചെയ്യുന്ന ഈശോയോടുള്ളൊരു സ്നേഹം, ആ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു തയ്യാറെടുപ്പ്, ഇതൊക്കെ ഈ കൊച്ചു കുട്ടികളെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള വലിയൊരു ഉത്തരവാദിത്വവും കൂടെ നമുക്കുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഇവിടെ അവസാനിക്കുന്നു.